വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു വെറൈറ്റി ഹൽവ തയ്യാറാക്കിയാലോ? നമ്മളിന്ന് പച്ചപ്പപ്പായ ഹൽവയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലെ പപ്പായ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് ഗോതമ്പ് പൊടി, 2 കപ്പ് പഞ്ചസാര, ഏലക്കപ്പൊടി, 1/2 കപ്പ് നെയ്യ്, നട്ട്സ്, വെളുത്ത എള്ള്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഒട്ടും തരിയില്ലാതെ അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഇനി കോൺഫ്ലോറും ആട്ടയും കൂടി 3 കപ്പ് വെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഹൽവ തയ്യാറാക്കുന്നതിനായി ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കോൺഫ്ലോറും ആട്ടയും കൂടി കലക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലിരിക്കുമെന്നേ ഉള്ളൂ. കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ലോ ഫ്ലെയിമിലാക്കി നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നട്ട്സ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മിക്സ് ഒഴിക്കുന്നതിനായി ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് അല്പം വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ സെറ്റ് ആവാൻ വയ്ക്കണം. അങ്ങനെ നമ്മുടെ പച്ചപ്പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.